ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയം ശുചീകരണ പരിപാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാനപ്പെട്ട വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അനിത അധ്യക്ഷയായിരുന്നു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പുഷ്പദാസ്, CPIM വൈപ്പിൻ ഏരിയ സെക്രട്ടറി MB പ്രനിൽ, മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടെസി ജേക്കബ്, MB ഷൈനി, ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ രമാകുമാരി, T മായാദേവി, മേഴ്സി തോമസ്, രമണി അജയൻ, ജലജ രമണൻ, ഷാലി ജെയിൻ, ഏരിയ പ്രസിഡന്റ് രാധിക സതീഷ്, മിനി രാജു, KM ദിനേശൻ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ശുചീകരണ പ്രവർത്തനമാണ് ഇവിടെ സമാരംഭിക്കുന്നത്. കേരളത്തിന്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവരുടെ ആഹ്വാനമനുസരിച്ച് കേരളമെമ്പാടും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വിദ്യാലയ വർഷം ആരംഭിക്കുന്നതിൻ്റെ തൊട്ടു മുന്നേയുള്ള ദിവസങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അതിൽ നമ്മുടെ വൈപ്പിൻ മണ്ഡലത്തിലെ ഈ കലാലയം തിരഞ്ഞെടുത്തതിൽ പ്രത്യേകമായി മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ മാലിന്യമുക്ത കേരളം എന്നുള്ള മഹത്തായ ആശയം നേടിയെടുക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ശുചീകരണ യജ്ഞം നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ എല്ലാം ഭാഗമായി വളരെ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മഴക്കെടുതികളുണ്ട്. അപ്പോൾ അതിനെല്ലാം പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വൈപ്പിൻ മണ്ഡലത്തിലും ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 5 കോടി രൂപയാണ് ഓപ്പറേഷൻ വാഹിനി എന്ന പദ്ധതി പ്രകാരം നമ്മുടെ തോടുകളും കനാലുകളുമെല്ലാം വൃത്തിയാക്കുന്നതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. വൈപ്പിൻ മണ്ഡലത്തിലും ഇന്നലെ 34 ലക്ഷം രൂപ ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ നിലയിൽ നമ്മുടെ പരിസരവും എല്ലാം ഭംഗിയായി ശുചീകരിക്കാനും ഡെങ്കിപ്പനിയും അതുപോലെ മാറാരോഗങ്ങളെല്ലാം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരുതലാണിത്. തീർച്ചയായും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവർത്തനത്തിനാണ് മഹിളാ അസോസിയേഷൻ നേതൃത്വം നൽകുന്നത്. മഹിളാ അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹികളും ഞാറക്കൽ പഞ്ചായത്തിലെ മഹിളാ പ്രവർത്തകരും എല്ലാം ചേർന്ന് നടത്തുന്ന ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി കൂടി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തെ ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കഴിഞ്ഞ ഒരാഴ്ചയായി മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകർ ശുചീകരിക്കുകയാണ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി ജില്ലാതലത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞാറക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ്. വിദ്യാലയ ആരംഭത്തിന് മുമ്പ് തന്നെ ഈ വിദ്യാലയം കുട്ടികൾക്ക് ഏറ്റവും ശുചിത്വമുള്ള രീതിയിൽ അവർക്കിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകർ ഇതിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലയിലെ ഒട്ടുമിക്ക ഏരിയകളിലും അതുപോലെ തന്നെ വില്ലേജ് തലങ്ങളിലുമൊക്കെ മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പൊതുവിദ്യാലയങ്ങൾ ശുചീകരിക്കുക എന്നുള്ള പരിപാടി, അതിൻ്റെ ഒരു ജില്ലാതല ഉദ്ഘാടന പരിപാടിയാണ് വൈപ്പിനിലെ ബഹുമാനപ്പെട്ട MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇവിടെ ഞാറക്കൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പൊതു ഇടങ്ങൾ ശുചീകരിക്കേണ്ടത് നാടിൻ്റെ ഉത്തരവാദിത്വമാണ്, പൗരൻ്റെ ഉത്തരവാദിത്വമാണ്. അതിൽ തന്നെ പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് നാടിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അമ്മമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. നാടിനൊരു സന്ദേശം കൂടിയായി ഇത് മാറും എന്നുള്ള പ്രതീക്ഷയാണ് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. നമ്മുടെ ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി സ്കൂള് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ ഭാരവാഹികളും ഞാറക്കലുള്ള എല്ലാ സഹോദരങ്ങളും മഹിളാ അസോസിയേഷനിലെ എല്ലാ അംഗങ്ങളും കൂടി ഇന്ന് സ്കൂൾ ക്ലീനാക്കുകയാണ്. സ്കൂളിൻ്റെ പരിസരങ്ങൾ മാലിന്യം നിറഞ്ഞ കേരളം എന്ന മാലിന്യമുക്ത കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തും നമ്മളത് പ്രാവർത്തികമാക്കണം. സ്കൂൾ തലത്തിൽ നിന്നാണ് എല്ലാവരും ബാലപാഠം പഠിക്കുന്നത് പോലെ തന്നെ മാലിന്യ സംസ്കരണവും പഠിക്കേണ്ടത് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെയാണ്. ടീച്ചേഴ്സ് അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. എനിക്ക് പറയാനുള്ളത് മഹിളാ അസോസിയേഷൻ ഞങ്ങളുടെ ഞാറക്കലുള്ള ഈ
ഹൈസ്കൂൾ തെരഞ്ഞെടുത്തതിന് പ്രത്യേകം നന്ദിയും അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.